ഇവ എന്റെ കയ്യിൽ അപ്പിട്ടു. താഴെ വീണ പൂച്ച പിടിക്കും കേട്ടോ. ഹലോ, വെൽക്കം ടു ഡേ 11 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ കുഞ്ഞരിൽ കുഞ്ഞന്മാരായ നല്ല ക്യൂട്ട് ആയിട്ടുള്ള മൈസ് കുട്ടന്മാരാണ്. അപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് അത്യാവശ്യം നല്ല ഇന്റലിജന്റ് ആയ, ക്യൂട്ടായ, സോഷ്യലായ, വളരെ കുറച്ച് സ്പേസ് ആവശ്യമുള്ള കോമ്പാക്റ്റ് ആയ ഒരു പെറ്റാണ്. ഇവര് കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പേസ് സേവിംഗ് ആയിട്ടുള്ള പെറ്റാണ്. കുറച്ച് സ്ഥലം മതി ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ചെറിയ ബോക്സസിലോ അക്വേറിയം ബോക്സസിലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവര് വളരെ ഇന്റലിജന്റ് ആണ്. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ ട്രെയിൻ ചെയ്തെടുക്കാനും പറ്റും. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും നല്ല സോഷ്യൽ ഇന്ററാക്ഷൻസ് വരികയും ചെയ്യുന്ന ഒരു പെറ്റാണ് മൈസ് എന്ന് പറയുന്നത്. ഇവര് ജനറലി ഭയങ്കര ക്വയറ്റ് ആണ്, ഒത്തിരി ബഹളം ഒന്നും ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ മെയിൻ്റനൻസിന്റെ കാര്യവും വളരെ ലോ മെയിൻ്റനൻസ് ആണ്. ഇവര് അത്യാവശ്യം അഫോർഡബിളും ആണ്. കാരണം ഇവരുടെ ചെറിയ സൈസ് കൊണ്ട് തന്നെ ഇവരുടെ ഹൗസിംഗ് റിക്വയർമെന്റ്സും മറ്റ് ഫുഡ് റിക്വയർമെന്റ്സും ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉണ്ടാവുള്ളൂ. റാറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൈസസ് അവരെക്കാൾ സൈസ് വളരെ ചെറുതായിരിക്കും. ഇവരുടെ ഹെഡ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും, ചെവി കുറച്ച് വലുതായിരിക്കും, പിന്നെ വാലിന് ബോഡിയുടെ അത്രയും തന്നെ നീളം ഉണ്ടാവും. മൈസ് സാധാരണ സോളിഡ് കളേഴ്സും ബൈ കളേഴ്സും ആണ് വരുന്നത്. സോളിഡ് കളേഴ്സിൽ തന്നെ ബ്ലാക്ക്, ഗ്രേ, ലൈലാക്ക് ആൻഡ് അഗോട്ടി കളേഴ്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ കൂടെ വൈറ്റ് കയറി വരുന്നതിന് നമ്മൾ ബാൻഡഡ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ബാൻഡഡ്, ലൈലാക്ക് ബാൻഡഡ്, ഗോൾഡൻ ബാൻഡഡ് എന്നൊക്കെ. ഇവര് ഇരകളായതുകൊണ്ട് തന്നെ പൊതുവെ നെർവസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. ഇരകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, പൊതുവെ ഇവരെ വെക്കുന്നത് റെപ്റ്റൈൽസിന്റെ ബ്രീഡേഴ്സ് ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഇവരെ ബ്രീഡ് ചെയ്യുന്നത് പാമ്പുകൾക്കുള്ള ഭക്ഷണമായിട്ടാണ്. ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു 1.5 to 2 years വരെയൊക്കെയാണ് ഇവർക്ക് ലൈഫ് സ്പാൻ ഉള്ളത്. പിന്നെ ഇവര് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് രാത്രി കാലങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ സ്കെഡ്യൂളിനനുസരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അഴിച്ചുവിട്ട് വളർത്തുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം ഇവർക്ക് ടെറിട്ടറി മാർക്കിങ്ങും മറ്റേ സാധനങ്ങൾ കടിച്ചു മുറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്യാപ്റ്റിവിറ്റി തന്നെ വളർത്തുകയായിരിക്കും ഏറ്റവും ഉചിതം. ചൂട് കൂടുന്ന സമയത്ത് ഇവരുടെ ഡെത്ത് റേഷ്യോ കുറച്ച് കൂടുതലാണ്. നമ്മൾ മോഡറേറ്റ് ആയിട്ടുള്ള വാം ആയിട്ടുള്ള ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മൈസ് കുഞ്ഞന്മാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye.